എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നമ്മളെ പരിചയപ്പെടുത്തുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ്. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം, നമ്മളെ സപ്പോർട്ട്. ഹായ് ഗൈസ്, എൻ്റെ പേര് സ്നിയാസ്. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. ഞാനിപ്പോൾ 5ാം ക്ലാസ്സിലാണ്. ഇനി ഞാൻ 6ലേക്കാണ്. ഇതൊരു കുഞ്ഞു വേനൽക്കാലാവധി ഒരു കുഞ്ഞു വീഡിയോ പോലത്താണ്. നിങ്ങളിത് കണ്ടതിന് ശേഷം ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ എല്ലാം ചെയ്യണം. ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. അത്രേ ഉള്ളൂ. ഹലോ ഗൈസ്, എൻ്റെ പേര് ശ്രീ. എൻ്റെ ജില്ല കോഴിക്കോട്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. ഹലോ ഗൈസ്, എൻ്റെ പേര് ശ്രീരാംജിലേഷ്. ഞാൻ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. ഞാൻ ഇക്കൊല്ലം 6ാം ക്ലാസ്സിലേക്കാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലാണ്. ഹലോ ഗൈസ്, ഇപ്പം ഞാൻ എൻ്റെ പൂന്തോട്ടത്തെയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ എൻ്റെ ഓടി വാ, പാട്ടിടുന്നല്ലേ. ഹലോ ഗൈസ്, ഞങ്ങളുടെ വീഡിയോയിലേക്ക് ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് വളരെ വലിയ എൻ്റെ പൂന്തോട്ടമാണ്. നമുക്ക് പോകാം. ഇതിപ്പോൾ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണില്ല, കാര്യം നമ്മൾ ചെറിയ കുട്ടികളാണ്. അപ്പോൾ നമുക്ക് എഡിറ്റിംഗ് അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഇതാണ് ഞങ്ങളെ പ്ലാവ്. നിങ്ങൾ കണ്ടാൽ വിചാരിക്കും ഒരു 7-8 വർഷം പഴക്കമുള്ളതാണെന്ന്. പക്ഷെ ഒരു വർഷം ഉണ്ടാവുമായിരിക്കും അല്ലേ? അത്രേ പ്രായമുള്ളൂ. 6-7 മാസം ഉണ്ടാവുമായിരിക്കും. അതിൽ കൂടുതലുണ്ടോ? 2 വർഷമൊക്കെ ഉണ്ടാവും. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇത് വളരെ വേഗം ഇതൊക്കെ അടിപൊളി ചെടിയാണ്. 2 വർഷത്തിൽ കുറേ ചക്കകൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഈ പ്ലാവ് തന്നെ. അപ്പം നമ്മൾ ഇതാണ് കൃഷ്ണകിരീടം. നമ്മുടെ നാട്ടിൽ കൃഷ്ണകിരീടം. പിന്നെ അതുപോലെ തന്നെ വേറൊരു പ്ലാവാണ് അത്. പക്ഷേ ഇത് അതിനെ പോലെ വേഗം വളർന്നിട്ടില്ല. ഇതിൽ ഇതുവരെ ഒരു പ്ലാവും പ്ലാവിന്ന് ചക്കയും കിട്ടിയിട്ടില്ല. ഇതാണ് കൃഷ്ണകിരീടം. നമ്മളെ നാട്ടിൽ കൃഷ്ണകിരീടം എന്നാണ് പറയുക. ഇനി വേറെ പേരുണ്ടോയെന്നൊന്നും എനിക്കറിയില്ല. കൃഷ്ണകിരീടമാണിത്. ഇത് നമ്മൾ ഓണത്തിനൊക്കെ ഇടും. ഇതാണ് ഗൈസ് സപ്പോർട്ടാ മരം. ഇത് ഞങ്ങളെ വീട്ടിലെ വളരെ നല്ലൊരു സ്റ്റൈലും മണവുമുള്ള പൂവാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അതിൻ്റെ തന്നെ കളർ ചേഞ്ച് പിങ്കും ഉണ്ട്. നമുക്ക് വലിയ എഡിറ്റിങ്ങിൽ നമുക്ക് കളറൊന്നും തോന്നില്ല, കാരണം നമുക്ക് എഡിറ്റിംഗ് അറിയില്ല. നമ്മൾ ചെറിയ കുട്ടികളാണ്. പിന്നെ ഇവിടെ തന്നെ കറ്റാർ വാഴയുണ്ട്. പിന്നെ ചെട്ടി അല്ല ചെട്ടിപ്പൂ. പിന്നെ നമ്മൾ കുഞ്ഞി ചെമ്പരത്തിമരം, വെള്ളച്ചെമ്പരത്തി, പിന്നെ വെണ്ടക്ക, പിന്നെയാണ് ഈ ചാത്തപ്പൂ. ഈ റോസ് കുഞ്ഞി റോസാണ്. ഇത് കുറേ ഉണ്ടാവും. ഇപ്പോൾ എന്താണെന്ന് അറിയില്ല, ഉണ്ടായിട്ടില്ല, അല്ല കൊഴിഞ്ഞു പോയതാണോന്ന് അറിയില്ല. അപ്പോൾ ഗൈസ് ഇതാണ് 10 മണി. 10 മണിന്ന് പേര് കാരണം 10 മണിക്ക് ഇത് വിടരും. നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് വളരെ സൗന്ദര്യമേറിയ റോസ് കടലാസ് പൂവാണ്. ഇതൊക്കെ വാടിപ്പോയി. ഇതിൻ്റെ തന്നെ വേറെ മിനി വെർഷൻ ഉണ്ട്. അവിടെ ഉണ്ട് മിനി വെർഷൻ എന്ന് വെച്ചാൽ വളരെ വലിപ്പമുള്ളതാണ്. ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആദ്യം തന്നെ ഇതാണ് നമ്മുടെ പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മുല്ലപ്പൂ ഉണ്ട് കേട്ടോ. ഇവിടെ പലതരം വെറൈറ്റി മുല്ലപ്പൂക്കളാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. വേറെയും കുറച്ച് സാധനങ്ങളുണ്ട്. നമ്മളെ കൃഷ്ണകിരീടത്തിന് കുറേ കൂട്ടുണ്ട് ഇവിടെ. പക്ഷെ ഞങ്ങൾക്ക് അങ്ങോട്ട് കുറേ ഉണ്ട്, പക്ഷെ അങ്ങോട്ട് പോകാൻ കഴിയില്ല. പാമ്പുണ്ടോയെന്ന് സംശയമുണ്ട്. അതുകൊണ്ട് ഇതാ ഇവിടെ മുളക് തോട്ടമാണ്. ഇപ്പൊ മുളകുകളുണ്ടാവും. കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. ഇത് പുളിമരമാണ്. ഇതിൽ കുറേ പുളി ഉണ്ടാവലുണ്ടായിരുന്നു, ഇപ്പം ഇല്ല. എൻ്റെ വീട്ടിലുണ്ട് വലിയ പുളിമരം. അത് ഞങ്ങൾ ഇതിനെക്കാട്ട് 10 ഇരട്ടി വലുപ്പമുള്ളത്. പക്ഷെ അതെല്ലാം ഞാൻ പിന്നെ കാണിച്ചു തരാം. ഈ വീഡിയോയിൽ എന്തായാലും ഇതൊന്നും ഉൾപ്പെടുത്താൻ പറ്റൂല. ഇവിടെ ഒരു വ്യത്യസ്ത മുളകുണ്ട്. ഇത് അതായതല്ല, അങ്ങനെ ആയതല്ല, എല്ലാത്തിനും അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ചില സമയം കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട്. അത് ഇവിടത്തെ കുറച്ച് സാഹചര്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഞങ്ങളെ ഫോൺ വലിയ ഫോണൊന്നുമല്ല, അതുകൊണ്ട് ഒരു റെഡ്മിൻ്റെ സാധാ ഒരു ഫോണാണ്. അതുകൊണ്ട് വളരെ പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കട്ട് ചെയ്യുന്നത്. വേറൊന്നും വിചാരിക്കരുത്.
പിന്നെ ഇതാണ് കോസ്മസ്. ഇത് കല്യാണി സുഗന്ധ അങ്ങനത്തെ പറയും, എനിക്കറിയില്ല. പിന്നെ ഇവിടെ കളർ ചേഞ്ച് ചെമ്പരത്തി ഉണ്ട്. പിന്നെ ഒരു കുഞ്ഞു മാവുണ്ട്. പിന്നെ ഇതാണ് കുഞ്ഞി മുല്ല മരം. ഇതിൽ നമ്മൾ കയറി കളിക്കാറൊക്കെ ഉണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞ 10 ഇരട്ടി വലിപ്പമുള്ള പുളിമരമാണ്. ഇപ്പോൾ ഇതിൽ ഇലയൊന്നും മര്യാദയ്ക്കില്ല, എല്ലാം കൊഴിഞ്ഞൊഴി. ഇപ്പോൾ വേനൽക്കാലമല്ലേ, ഇനി മഴക്കാലത്ത് അടിപൊളിയായിട്ട് വരുമായിരിക്കും. അപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാം. പാട്ടറിന് എങ്ങോട്ട് പോകണ്ടേ? കൂട്ടായിട്ടുണ്ടാകുന്ന വേറൊരു റോസാപ്പൂ ഉണ്ട്. നമ്മൾ വീഡിയോയിൽ ആദ്യം ഉൾപ്പെടുത്തിയതാണ്. ഇതിൻ്റെ കളർ ചേഞ്ച് ഒരുപാടുണ്ട്. നമ്മളെ കയ്യിലിപ്പം ഇതേ ഉള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് ഉണ്ട്. ഇതെല്ലാം ഉണങ്ങിപ്പോയതാണ്. ഡാർക്ക് പിങ്ക് ഉണ്ട്. പിന്നെ ഇതാണ് നമ്മളെ ചെട്ടിപ്പൂ. ഇതിൻ്റെ റെഡ് കളറാണ് ഒറിജിനൽ ചെട്ടി. ഇതിൻ്റെ പേരെനിക്കറിയില്ല. ഇതിൻ്റെ റെഡ് കളർ നമ്മൾ ചെട്ടി എന്നാണ് പറയുക. ഓറഞ്ച് അവിടെ ഉണ്ട്. പിന്നെ ഗൈസ് അത് കണ്ടോ, കർമൂസ. ഇത് ഞങ്ങൾ ഫോണിൻ്റെ പ്രശ്നം കൊണ്ടാണ് ഈ ലൈറ്റ് പോലെ വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ കട്ട് ചെയ്യുന്നത്. കണ്ടോ, ഇവിടെ മുഴുവൻ പ്രശ്നങ്ങളാണ്. ദയവേത് ക്ഷമിക്കുക. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി ഇടുന്ന വീഡിയോസിന് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് വേണം. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.